എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ലുക്കാണ്. ഞാൻ സാധാരണയായി പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്ന മേക്കപ്പ് ലുക്കാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. അതായത് ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ചെയ്യുന്ന മേക്കപ്പ് ലുക്കാണ്, അല്ലാതെ ചുമ്മാ ഒരു ടൗണിലേക്ക് പോകാനോ അതിനൊന്നും ചെയ്യുന്ന മേക്കപ്പ് ലുക്കല്ല. അത് ഞാൻ വേറെ തന്നെ ചെയ്യാം. അത് സിമ്പിൾ മേക്കപ്പാണ്. ഇത് ചെറിയൊരു ഹെവി മേക്കപ്പ് ലുക്ക് എന്ന് പറയാം, ഡ്യൂയി ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് തന്നെ ഈ ലിപ് ബാമാണ്. ഇത് നല്ല ടിൻറ്റഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷനുള്ള ലിപ് ബാമാണ്. കമ്പനി എല്ലി, എനിക്കിത് പ്രൊണൗൺസിയേഷൻ ശരിക്കും അറിയില്ല, അതുകൊണ്ട് ഞാൻ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരാം, കൊടുക്കാം. എനിക്കിത് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല. എല്ലിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ശേഷം ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ ഫില്ലിങ് ഇതിൽ ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ. ഐബ്രോ ഫില്ല് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്യാം, ഐബ്രോ എങ്ങനെ എടുത്ത് കാണിക്കാമെന്ന് മനസ്സിലാവും. അത്രയ്ക്കും ക്ലിയർ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഐബ്രോ ഫില്ലിങ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊരു ഐബ്രോ പാലറ്റ് എടുത്തിട്ട് ഞാൻ ഇന്നും ബ്ലാക്കാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ബ്രൗണ് സെലക്ട് ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ബ്രൗണിനോട് തീരെ താല്പര്യമില്ല. എനിക്കിഷ്ടം ബ്ലാക്ക് തന്നെയാണ്. ഞാനത് ലൈറ്റായിട്ടേ ഐബ്രോയിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ലൈറ്റായിട്ട്. ഞാൻ മുട്ടിക്കുന്നില്ല എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഐബ്രോ ഞാൻ എന്നും ഫില്ല് ചെയ്യും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഐബ്രോ ഫില്ല്. വേറെ എന്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഐബ്രോ ഫിൽ ചെയ്തിരിക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ അത് മസ്റ്റാണ് എനിക്ക്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്തില്ല എന്നാൽ അത്രയേ ഉള്ളൂ. ഈ ലിപ്സ്റ്റിക്കും ഐബ്രോ ഫില്ലിങ്ങും ഞാൻ എന്നും ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്ത ലിപ് ബാം നിങ്ങൾ കണ്ടോ, അത് നല്ല ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമല്ലേ. എനിക്കിപ്പോൾ ലിപ്സ്റ്റിക്കിനേക്കാളും ഇഷ്ടം ഈ ലിപ് ബാമിൽ പോകാനാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏതൊരു ലിപ്സ്റ്റിക്ക് ഇട്ടാലും, ഇപ്പോൾ ലിക്വിഡ് ആവട്ടെ ക്രയോൺ ആവട്ടെ, ഏത് ലിപ്സ്റ്റിക്ക് ഇട്ടാലും എൻ്റെ ചുണ്ടിൻ്റെ ഉൾഭാഗത്ത് നിൽക്കാറേയില്ല. ഏതെങ്കിലും വീഡിയോക്കോ അതുപോലെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിരിക്കുമ്പോഴോ മറ്റോ ഉൾഭാഗത്തെ ലിപ്സ്റ്റിക്ക് പോയിട്ടായിരിക്കും ചുണ്ട് കാണുന്നത്. അപ്പം മഹാബോറായിരിക്കും. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ ടിൻറ്റുള്ള ലിപ് ബാം സെലക്ട് ചെയ്യാൻ കാരണം. ഇതാണെങ്കിൽ ഒടുക്കത്തെ ടിൻറ്റാണ്, സൂപ്പറാണ്, നല്ല പിഗ്മെൻറ്റേഷനാണ്. ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ലിപ് ബാം വാങ്ങാം കേട്ടോ. ലിപ് ബാമിൻ്റെ സ്പെല്ലിങ് ഞാൻ പറയാം, ELLE. പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെന്താണ്, അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ എങ്ങനെയാണെന്ന്. എനിക്കാണെങ്കിൽ ഡാർക്കായിട്ടുള്ള ഐബ്രോ ആണ് ഇഷ്ടം കേട്ടോ. ചിലവർ പറയുന്നുണ്ട് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, പിന്നെ ഓവറായിട്ട് ചെയ്താൽ ബോറാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് കുറച്ച് എടുത്ത് കാണിക്കണം ഐബ്രോ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഐബ്രോ പൗഡർ കൊണ്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. പിന്നെന്താണ്, അപ്പോൾ കണ്ടില്ലേ ഞാൻ എങ്ങനെയാണ് ഐബ്രോ വരച്ചതെന്ന്. തൊട്ടില്ല എന്ന രീതിയിൽ ബ്രഷ് കൊണ്ട് മുകളിലും താഴെയും വരച്ചു കൊടുത്തു. പിന്നെന്താ, നിങ്ങളിങ്ങനെ ഉറച്ച് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ രാക്ഷസനോ രാക്ഷസിയോ പോലെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. മെല്ലെ ടച്ച് ചെയ്തോ ഇല്ല എന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഐബ്രോ വരക്കേണ്ടതെന്ന് ഒരു 80% ക്ലിയർ ആവും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ബ്രഷിൻ്റെ പിറകിലുള്ള സ്പൂലി കൊണ്ട് നല്ലപോലെ ചീകി കൊടുക്കണം. ഐബ്രോ നല്ലപോലെ ചീകി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. മിക്ക ഐബ്രോ ബ്രഷിലും ഇതുപോലെ പിറകിൽ സ്പൂലി ഉണ്ടാവും. ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള മേക്കപ്പ് ബ്രഷിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്. ഇത് ഞാൻ ഐബ്രോ കിറ്റിൽ കിട്ടിയതല്ല. അത് ചെറിയ ബ്രഷ് ആയതുകൊണ്ട് എനിക്കൊരു പിടിക്കാനൊരു ശരിയാവുന്നില്ല. അതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച ബ്രഷിൽ നിന്ന് എടുത്തതാണ്. അതിന് ശേഷം ഇതുപോലെ നിങ്ങൾ കൺസീലർ എടുത്തിട്ട് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഞാനിതിൽ കാണിക്കുന്നത് പോലെ താഴെ ഭാഗത്തേക്ക് ബാക്കി പ്രോഡക്റ്റ് കൊണ്ടുവരിക. കണ്ട ഇതുപോലെ. അപ്പോൾ കണ്ണും കൺസീലാവും. നമ്മളെ ആ പിരികം വരച്ച ഭാഗത്ത് എടുത്ത് കാണിക്കും.
പുരികം എടുത്ത് കാണിക്കണമെങ്കിൽ കൺസീലർ നിങ്ങൾ യൂസ് ചെയ്യണം. ലൈറ്റർ യൂസ് ചെയ്തോ കേട്ടോ, ലൈറ്റ് കൺസീലർ യൂസ് ചെയ്തോ, ഡാർക്ക് കൺസീലർ യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഐബ്രോ ഞാൻ വരച്ചതിന് ശേഷം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൺസീലർ പിന്നെ ഐബ്രോൻ്റെ അവിടെ യൂസ് ചെയ്തിട്ടാകുമ്പോൾ ഉള്ള ഡിഫറൻസ്, വേറെ തന്നെ ഡിഫറൻസ്. എനിക്ക് പലപ്പോഴും പുറത്ത് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും പോകുന്നത് പുറത്ത്. അപ്പോൾ ഐബ്രോ വരക്കാൻ നിങ്ങൾക്ക് പറ്റാറുണ്ട്, ഇതുപോലെ കൺസീൽ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വലിയൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഐബ്രോ എടുത്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇന്നൊരു വലിയൊരു വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫുള്ളായിട്ട് കാണിക്കാമല്ലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഐബ്രോ വരച്ചിട്ട് പോകുന്നത് മാത്രമേ കാണിക്കാറുള്ളൂ ഞാൻ. പിന്നെ ഇത് ഫുള്ളായിട്ട് തന്നെ A to Z തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. മുൻപൊക്കെ ഞാൻ ഐബ്രോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. മുൻപൊക്കെ ഞാൻ എന്താ പറയുക ഭയങ്കര സിമ്പിളായിരുന്നു. ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിരുന്നു. എൻ്റെ ഷോർട്സ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ എൻ്റെ കുറേ പിക്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എടുത്തു നോക്കാം. കല്യാണത്തിന് മുമ്പും പിന്നെ കല്യാണത്തിന് ശേഷം പിന്നെ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴുള്ള എൻ്റെ മാറ്റം. പിന്നെ അത് ഫോട്ടോയിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ലൈവായിട്ട് അങ്ങനെ എടുക്കുന്നതല്ലേ, എന്നാലും നല്ല മാറ്റമുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മുമ്പ് ഭയങ്കര ഒന്നും ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഡിഗ്രി +2 ഡിഗ്രി ആ സമയത്ത് എനിക്ക് ഒരുപാട് വളകളിടുന്ന ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു തോന്നുന്നു. അല്ലാതെ മേക്കപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. പണ്ട് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഇല്ല. ഇപ്പം പിന്നെ യൂട്യൂബിലായാലും എവിടെ നോക്കിയാലും മേക്കപ്പ് വീഡിയോസ് അല്ലേ കാണുന്നത്. അപ്പം നമുക്കൊരു ക്രേസ് വരുമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കുണ്ട് ആ ക്രേസ്, എല്ലാവർക്കും അറിയില്ല. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ക്രേസ്, പലർക്കും പലതിനോടായിരിക്കും. എനിക്ക് മേക്കപ്പിനോടാണ്. എനിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാനായാലും സ്വയം മേക്കപ്പ് ചെയ്യാനായാലും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അതിനൊന്നും ഇപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ വീതം ഡെയിലി ഇതുപോലുള്ള വീഡിയോസ് ഇടുമായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നിനും പറ്റാറില്ല, അതാണ്. എന്നാലും ഞാൻ സമയം കണ്ടെത്തി ഇന്നിരുന്നു. കണ്ടല്ലോ, ഇതുപോലെ കൺസീലർ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം ഐബ്രോ നല്ലപോലെ എടുത്ത് കാണിക്കും. എനിക്ക് വേറൊരു ചാനലുണ്ട്, അതിലായിരുന്നു ഞാൻ പൊതുവെ മേക്കപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ സ്വയം ചെയ്യുന്ന മേക്കപ്പ്സൊക്കെ വേറെ തന്നെ ചാനലിൽ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. മറ്റേ ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ വേറെ ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അവരുടെ വീഡിയോസാണ് ഞാനതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ 2 അക്കൗണ്ട് ആക്കിയത്. ചിലപ്പോൾ ചിലർക്ക് തോന്നും എന്തിനാണ് 2 പിന്നെ ചാനൽ തുടങ്ങിയിട്ടുള്ളതെന്ന്. ഇതിന് വേണ്ടിയാണ്. ഇതിൽ ഞാൻ പിന്നെ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നവരുടെ വീഡിയോസ്. പിന്നെ ഐബ്രോ ഫില്ലായി കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇത് ബെലോറ പാരീസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പിങ്ക് ടിൻ്റുള്ള നല്ലൊരു ഇല്ലുമിനേറ്റിംഗ് മോയ്സ്ചറൈസറാണ്. ഓക്കെ, നല്ല ഡ്യൂയി ഫിനിഷ് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് മേക്കപ്പ് ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് നിങ്ങൾക്ക് കാണുന്നില്ലേ വീഡിയോയിൽ, ടിൻ്റുള്ളത് മനസ്സിലാവുന്നില്ലേ? ഫൗണ്ടേഷൻ ബ്രഷാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനും യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഫൗണ്ടേഷൻ ബ്രഷ് തന്നെ യൂസ് ചെയ്യാമെന്ന്. പിന്നെന്താണ്, ഇതിൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു പ്രോഡക്റ്റിൽ തന്നെ ഫൗണ്ടേഷൻ പോലെ തന്നെ എല്ലാ എന്താ പറയുക ഇത് ഫിനിഷിങ് ആയതുപോലെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ അത്രക്കും നല്ല എന്താ പറയുക ഡ്യൂയി. ഇത് ഇടുമ്പോൾ തന്നെ ഫേസിൽ ഫുൾ മേക്കപ്പ് ചെയ്തതുപോലെ തന്നെ. പിന്നെ എനിക്ക് തോന്നി ഫൗണ്ടേഷൻ വേണ്ട ഇനിയെന്ന്. പിന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഫേസിൽ യൂസ് ചെയ്യുമ്പോഴും വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ ആവും കേട്ടോ. ഇപ്പോൾ ചൂടായതുകൊണ്ട് ചൂട് കാലത്തൊന്നും മേക്കപ്പൊന്നും ഇടാനേ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇടണമെന്ന് ഞാൻ കുറേയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇട്ടതാണ് ചാനലിൽ. അല്ലെങ്കിൽ വാച്ച് അവേഴ്സൊന്നും കിട്ടില്ല, ഷോർട്സ് മാത്രം ഇട്ടാൽ.
അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കുത്തിരുന്നായാലും വീഡിയോ ഇടാമെന്ന്. ഈ ചൂട് കാലത്തെല്ലാം മേക്കപ്പ് ഇട്ടിരിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ഭാഗത്ത് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പോകണം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഭയങ്കര ഒരു ഇതാവും. അപ്പം മോള് താഴെ ഇരിക്കുന്നുണ്ട്, വലിയ മോളും ചെറിയ മോളും താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പുറം നോക്കുന്നത്. പിന്നെ അതിനുശേഷം ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല, ആകെ ഈ ഇല്ലുമിനേറ്റിംഗ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ മൊത്തം ഫിനിഷിങ് പോലെ തന്നെ വന്നു ഫേസിൽ. വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് ലെയർ പ്രോഡക്റ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഓർക്കാനേ വയ്യ എനിക്ക്, ഈ ചൂട് കാലത്തായതുകൊണ്ട്. അല്ല എ സിയിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ, എ സിയിലൊക്കെ ഇരുന്ന് എന്താ പറയുക, വണ്ടിയിലൊക്കെ പോകുമ്പോൾ എ സിയിലൊക്കെ ഇരുന്നെങ്കിൽ ഒന്നും കുഴപ്പമില്ല ഇതുള്ള ഈ ചൂട് കാലത്ത് മേക്കപ്പ് ചെയ്താൽ. അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ലേയേഴ്സ് പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്യാറിഞ്ഞാൽ. അപ്പോൾ പിന്നെന്താ, ഐ ഷാഡോ ആണ്. ഐ ഷാഡോ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല ഐ ഷാഡോ ആയാലും ഫൗണ്ടേഷൻ ആയാലും എന്തായാലും നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ, ചൂട് കാലത്ത് പ്രത്യേകിച്ച്. അല്ലെങ്കിൽ അവിടെ പ്രോഡക്റ്റൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതുപോലൊക്കെ ഉണ്ടാവും, പറ്റിപ്പിടിച്ചതുപോലൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറണമെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ് ഈ മേക്കപ്പ്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ചെയ്യേണ്ട കാര്യമല്ല. അത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ബ്രൈഡൽ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ബ്രൈഡൽ ഉള്ള ആളെ എത്ര മണി മുതലാണ് അവർ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് മേക്കപ്പ് എന്ന് വെച്ചാൽ. എല്ലാ കാര്യവും അതെ, ഒരു പഠിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീരൂല അല്ലേ. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കൂടുതൽ പഠിച്ച് അപ്പോഴാണ് പഠിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മേക്കപ്പും. പെട്ടെന്ന് ഇങ്ങനെ വാരിത്തേച്ച് പോകാമെന്ന് പറഞ്ഞാൽ നടക്കൂല, സമയമുണ്ട്. എല്ലാത്തിനും ഓരോരോ സമയം കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പോൾ എടുപിടിയെന്ന് ചെയ്തതാണ്, അതല്ല ഞാൻ പറയുന്നത്. ഒരു നല്ല പെർഫെക്ഷനിൽ പിന്നെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ സമയമെടുത്ത് ചെയ്യണം. ഒരു 2-2.5 മണിക്കൂറൊക്കെ എടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഹിമാലയൻ്റെ കാജൽ പിന്നെ കണ്ണിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് മടുത്തു കേട്ടോ, സത്യം പറഞ്ഞാൽ. എങ്ങനെയെങ്കിലും ഒന്ന് മേക്കപ്പ് തീർത്താൽ മതിയെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ടാകും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അതിന് വേണ്ടി ആയതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു മടുപ്പൊക്കെ വന്നു. പിന്നെ എന്തായാലും തുടങ്ങിയതല്ലേ, കംപ്ലീറ്റ് ആക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ടാക്കി. പിന്നെ എന്താ പറഞ്ഞു വന്നത്, ഐബ്രോ നല്ലപോലെ ബ്രഷ് കൊണ്ട് സ്മജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നേരത്തെ ഐ ഷാഡോ പാലറ്റിൽ കളർ എടുത്തിട്ട് മുകളിൽ ഞാൻ ഐ ഷാഡോ ചെയ്തതുപോലെ കണ്ണിൻ്റെ താഴെ ഭാഗത്തും സെയിം കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താവും, കണ്ണ് എടുത്ത് കാണിക്കും. ഇതൊക്കെ ഞാൻ പൊതുവേ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പഠിച്ചിട്ട് വീഡിയോൻ്റെ മുമ്പിൽ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതല്ല. പൊതുവേ ഞാൻ എങ്ങനെ ചെയ്യുന്നു അതാണ്. ഇതിൽ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവാം, എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്ന മേക്കപ്പ് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പ്രൊഫഷണലായിട്ടുള്ളതല്ല ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ തെറ്റുകളുള്ളത് നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ബ്ലഷ് ഇടുന്നുണ്ട് ഞാൻ. ഇത് ഏർത്ത് റിതത്തിൻ്റെ ബ്ലഷാണ്. ബ്ലഷ് ലവർ തന്നെയാണ് ഞാൻ. ഈ ചൂട് കാലമായതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ചൂട് കാലം എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, സൺസ്ക്രീൻ. ഇപ്പോൾ ഞാൻ പുറത്തൊന്നും പോവാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തതാണ്. പുറത്ത് പോവാതെയും വീട്ടിലിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പക്ഷെ എനിക്ക് ചൂട് കാലമായതുകൊണ്ട് മുഖത്ത് ഒരു പ്രോഡക്റ്റ്സ് ഇട്ടാലുണ്ടല്ലോ ഇത് ചൊറിയുന്ന പോലെ തോന്നും. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്നൊന്നും സൺസ്ക്രീനാണ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തത്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്തത്. നോട്ട് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ആക്കി കൊടുത്തതാണ് ഞാൻ സൺസ്ക്രീൻ്റെ കാര്യം. അതുപോലെ ഒരു കുഞ്ഞി പൊട്ടിട്ടു. പിന്നെ എല്ലാവരും ചോദിക്കും ഇത്ര മുകളിൽ എന്താണ് കുഞ്ഞി പൊട്ടിടുന്നതെന്ന്. എനിക്കിതാണ് ഇഷ്ടം, എന്താണെന്നറിയില്ല. ഞാൻ അവിടെ തന്നെയാണ് പൊതുവേ പൊട്ട് വെക്കാറ്, അതുകൊണ്ടാണ് അവിടെ വെക്കുന്നത് കേട്ടോ. പിന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പിഗ്മെൻറ്റ് ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ആയതുകൊണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഷ്
യൂസ് ചെയ്ത സെയിം സംഭവം. അത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് ഏർത്ത് റിതത്തിൻ്റെ. അത് ചുണ്ടിൽ കൂടി ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ജസ്റ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ലിപ് ബാമിൽ തന്നെ നല്ല കളറുണ്ട്. പിന്നെ അത് ആ ഒരു പർപ്പസിന്, ലിപ്സ്റ്റിക്കിൻ്റെയും കൂടി പർപ്പസിന് വേണ്ടി തന്നെയാണല്ലോ ഞാനത് വാങ്ങിയത്. നിങ്ങളോട് പറഞ്ഞല്ലോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താലുള്ള എൻ്റെ അവസ്ഥ. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്ലൈ ചെയ്തതാണ്. പിന്നെന്താണ്, ഞാൻ ചൂട് കാലത്ത് ചെയ്യാവുന്ന മേക്കപ്പ് വീഡിയോ ചെയ്യാവേ. അതിന് ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് അല്ല യൂസ് ചെയ്യേണ്ടത്. എല്ലാം മാറ്റി ഫിനിഷിങ് തരുന്ന പ്രോഡക്റ്റ്സാണ്. സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യണം, അതുപോലെ നോർമൽ ഫൗണ്ടേഷൻ, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇത് കുറച്ച് ഡ്യൂയി ആയിട്ടുള്ള മേക്കപ്പാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൽഫിൻ്റെ ഒരു നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ്. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഗ്ലോ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്തതാണ്. ഇതൊരു ഫൗണ്ടേഷൻ പകരം ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഹൈലൈറ്റർ ജസ്റ്റ് ഒന്ന് ഫേസിൽ ഗ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് സിറം ജസ്റ്റ് കുറച്ച് കയ്യിലിട്ടിട്ട് മേക്കപ്പ് സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. പിന്നെ ഗ്ലോയി ആയിട്ടുള്ള സെറ്റിങ്സ് പിന്നെ സ്പ്രേ ഒക്കെ കൊടുക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഇഷ്ടങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ നമ്മളിഷ്ടങ്ങളാണ്. റൂൾസ് നോക്കാൻ പറ്റില്ല നമുക്ക്. ചിലതൊക്കെ നമ്മളിഷ്ടങ്ങളാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഗ്ലോയി താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. പിന്നെ ഞാൻ മസ്കാര കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും പിന്നെ ഐലാഷസ് ട്രൈ ചെയ്തിട്ടില്ല. എനിക്കത് ഒരുപാട് ആർട്ടിഫിഷ്യലായി തോന്നുന്നൊരു ഡൗട്ടായതുകൊണ്ട് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലെൻസൊക്കെ ഞാൻ വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ വാങ്ങിച്ച് ഓർഡറാക്കിയതില്ല, അതുകൊണ്ട് അതും വെച്ചിട്ടില്ല. ലെൻസൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ണൊക്കെ വലുതായിട്ട് കാണിക്കും, എടുത്ത് കാണിക്കും. പിന്നെ ഹെയർ സ്റ്റൈലിലേക്ക് നമുക്ക് പോവാം. അതിനിടയിൽ കുഞ്ഞുമോൾ വന്നു, എനിക്കൊരു മിഠായി തന്നു, കഴിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ മിഠായിയാണ് ഞാൻ കഴിച്ചത്. കോണിൻ്റെ ഒരു പിന്നെ നല്ലൊരു മിഠായിയാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മിഠായി. പിന്നെ ഹെയർ സ്റ്റൈൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ഹെയർ സ്റ്റൈലൊന്നും ഞാൻ ട്രൈ ചെയ്യാറുമില്ല. ട്രൈ ചെയ്യുന്ന എനിക്ക് ഇഷ്ടവുമില്ല. എനിക്ക് എവിടെ പോകുന്നെങ്കിലും ഇതുപോലെ ഇട്ടിട്ട് പോകും ഞാൻ. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് ഞാൻ മുമ്പിൽ ചെറിയ മുടിയുള്ളത് ചെറുതായിട്ട് മുമ്പിലോട്ട് ഇടുന്നുണ്ട്. അതൊക്കെ വളരുന്ന മുടിയാണ്, മുറിച്ചതൊന്നുമല്ല. പിന്നെ അത് കുറേ പേര് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുറിച്ചതാണോ, ചേരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് മുമ്പിലൊക്കെ നിൽക്കട്ടെ, ചേരുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കുറക്കണ്ട, ചേരട്ടെ എന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു ക്ലിപ്പ് ബാക്കിലിട്ട് കൊടുക്കുന്നുണ്ട്. ചൂട് കാലമായതുകൊണ്ടൊന്ന് മുടിക്കൊക്കെ ഒരു എണ്ണമയം പോലെ തോന്നുന്നു. എത്ര ഷാമ്പൂ ഇട്ടാലും പാറി നിൽക്കുന്നേ ഇല്ല. അതും ഈ കാലാവസ്ഥേൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. മുടിയൊന്നും എനിക്ക് മെനയിൽ നിൽക്കുന്നതായിട്ടേ തോന്നുന്നില്ല. എവിടെയെങ്കിലും പോകുമ്പോഴുള്ള അവസ്ഥ തന്നെയാണ്. എവിടെയും പോകാനില്ലെങ്കിൽ മുടിയൊക്കെ കറക്റ്റായിട്ട് നിൽക്കും. വീഡിയോ എടുക്കാനോ പുറത്തേക്ക് പോകാനോ നിൽക്കുകയാണെങ്കിൽ മുടി കറക്റ്റ് നിൽക്കില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.